എന്താ ചെയ്യാ, ഈ ചങ്ങായിയുടെ എത്തിയിട്ട് ഫോൺ എടുക്കുന്നില്ല. ഞാൻ വിളിച്ചു പറഞ്ഞ എന്ത് വരും. ഷാറുഖ് ഖാനെ. വെൽക്കം ടു മുംബൈ സീരീസ് ബ്ലോഗ് 4. മുംബൈൻ്റെ പല തെരുവോരങ്ങളിലും കാണുന്നതാണ് ഈ സിൽവർ മാനും ഗോൾഡ് മാനൊക്കെ ജീവിക്കാനുള്ള ഓരോ തത്രപ്പാടുകളെ. ജുഹു ബീച്ചിലെ ചാറ്റ്സൊക്കെ കഴിച്ചിട്ട് പിന്നെ ബീച്ചിലേക്ക് കാറ്റുകൊള്ളാൻ ഇറങ്ങി. അത്ര നല്ല വൃത്തിയുള്ള ബീച്ചൊന്നുമല്ല, എന്നാലും ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. അവിടുന്ന് നേരെ പോയത് ഷാറുഖ് ഖാൻ്റെ വീട് കാണാൻ വേണ്ടിയായിരുന്നു. നമ്മൾ പല റീൽസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ആ മന്നത്തിൻ്റെ അവിടെ നിന്ന് പലരും ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത്. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ എത്തുമ്പോഴേക്ക് പതിവ് പോലെ തന്നെ കുറച്ച് ഫാമിലീസും ആൾക്കാരൊക്കെ ആ ഗേറ്റിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റും നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് അവിടെ ഇങ്ങനെ നിന്ന് കണ്ടിരിക്കാനും ഒരു പ്രത്യേക ഫീലുണ്ട്. അതാണ് ഷാറുഖ് ഖാൻ ടാറ്റയാക്കുന്ന സ്ഥലം. മന്നത്തിൻ്റെ മുന്നിൽ തന്നെ നല്ല അടിപൊളി ബീച്ചാണ്. രാത്രി ആയതുകൊണ്ട് അതിൻ്റെ സീനിയറൊക്കെ പ്രോപ്പറായിട്ട് കാണിക്കാൻ പറ്റില്ല. അവിടെ നിന്നൊരു ചായയും കുടിച്ച് പിന്നെ നേരെ ബീച്ചിലൂടെ ഒന്ന് കറങ്ങി. ഇത് സൽമാൻ ഖാൻ്റെ ഫ്ലാറ്റാണെന്ന് പറയുന്നു, എനിക്കറിയില്ല ഇത് പ്രോപ്പറായിട്ട്. അങ്ങനെ മുംബൈയുടെ പക്കാ തെരുവോരങ്ങളിലൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ബൈക്ക് എടുത്ത് ഇങ്ങനെ റൗണ്ട് അടിച്ചു. ശരിക്കും ഒരു 10-20 വർഷം നമ്മുടെ നാട്ടിൽ ബാക്കോട്ട് പോയ പോലത്തെ ഒരു ഫീലാണ് തോന്നിയത്.